മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിന്റെ ഇരുളുകൾ മാറി ജീവിതത്തിൽ വെളിച്ചം പ്രകാശിക്കണം. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വരുമെന്നും ദൈവത്തിന്റെ വെളിച്ചം നിന്റെ ജീവിതത്തിൽ വരുമെന്നുമാണ് ഇന്നത്തെ ദൈവത്തിന്റെ സന്ദേശം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം. നിന്റെ വെളിച്ചം സൂര്യനല്ല, നിന്റെ നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകും. എത്ര പേരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ഇരുളുകൾ വാഴാൻ പാടില്ല, ഒരു ദൈവപ്രകാശം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം. ഇരുട്ട് നഷ്ടങ്ങളെ വിതയ്ക്കുകയും ഇരുട്ട് പരാജയങ്ങളെ വിതയ്ക്കുകയും ഇരുട്ട് അനർത്ഥങ്ങളെ വിതയ്ക്കുകയും ചെയ്യും. വെളിച്ചങ്ങളുടെ പ്രഭുവായ ക്രിസ്തു പറയുകയാണ്, ഇനിയും നിന്റെ ജീവിതത്തിൽ ഒരു ഇരുളിനും അടുക്കാതെ വണ്ണം കർത്താവ് നിനക്ക് പ്രകാശമാകാൻ പോകും. സൂര്യനല്ല നിന്റെ പ്രകാശം, ചന്ദ്രനല്ല നിന്റെ പ്രകാശം. നിന്റെ പ്രകാശം യഹോവ നിന്റെ നിത്യപ്രകാശമാണ്. ക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. അതാരാണ്? യേശു ക്രിസ്തുവാണ്. ഹൃദയത്തിന്റെ ഉള്ളറകൾ ഇരുളുകൊണ്ട് മൂടിക്കിടക്കുന്ന വ്യക്തികളോട് ദൈവം സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുട്ടുകളെ ദൂരെ അകറ്റുവാൻ കഴിയുന്ന യേശു ക്രിസ്തു എന്ന നിത്യപ്രകാശം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ശൂന്യതകളും ഹൃദയത്തിലെ പരാജയങ്ങളും ഹൃദയത്തിലെ തകർച്ചകളും നിലത്തു വീണ വെള്ളം ഒരു തുണി കൊണ്ട് ഒപ്പിയെടുക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത് യഹോവ നിന്റെ നിത്യപ്രകാശമായി. ചിലരുടെ ജീവിതത്തിൽ ഇരുട്ട് വിതച്ച നഷ്ടങ്ങൾ, ഇരുട്ട് വിതച്ച പരാജയങ്ങൾ എല്ലാം ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റി യഹോവ നിത്യപ്രകാശമായി യഹോവയുടെ തേജസ് നിന്റെ മേൽ വെളിപ്പെടത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു സ്വർഗീയ കാഴ്ച ഇന്ന് വചന ശുശ്രൂഷയുടെ നടുവിൽ ഞാൻ കാണുകയാണ്. നമുക്കൊന്നിച്ചു പറയാം, എൻ്റെ ജീവിതത്തിന്റെ ഇരുട്ടുകൾ മാറട്ടെ, ദൈവം എനിക്ക് നിത്യപ്രകാശമാകട്ടെ, യഹോവയുടെ തേജസ് എൻ്റെ മേൽ വരട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വന്നുകൂടിയ ഇരുട്ടുകൾ അവരുടെ ജീവിതത്തെയും അവരുടെ ഭാവിയും തച്ചുടച്ച് കളഞ്ഞപ്പോൾ ആ ഇരുട്ടിന്റെ ശക്തികളെ ദൂരെ അകറ്റുന്ന ആ വലിയ പ്രകാശം, ആ ദൈവപ്രകാശം നിന്റെ മക്കളുടെ മേൽ വരണം. യഹോവ നിത്യ വെളിച്ചമായി അവരുടെ കൂടെ ഇരിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, വർധനവിനാൽ അവർ വർദ്ധിക്കപ്പെടട്ടെ, നിറവിനാൽ അവർ നിറയ്ക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കും. ഗോഡ് ബ്ലസ് യു.